എല്ലാവർക്കും ഗപ്പി വാഗിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളെ വിളിച്ചിട്ട് പറയാറുണ്ട് നമ്മൾ എത്ര മൊയിനെ ചെയ്തിട്ട് ശരിയാവുന്നില്ല, മൊയിന കൾച്ചറൊക്കെ നശിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മൾ തീരുമാനിച്ചു 3 തരത്തിൽ മൊയിന ചെയ്ത് നിങ്ങളെ കാണിക്കാമെന്ന് കരുതി. അതായത് റിസൾട്ട് കിട്ടുന്ന 3 തരത്തിൽ നമ്മൾ എല്ലാ രീതിയിലും ഇവിടെ ട്രൈ ചെയ്ത് പരീക്ഷിച്ചിട്ടുള്ളതാണ്. അതിനകത്ത് ഏറ്റവും ബെസ്റ്റായിട്ട് മീനുകൾക്ക് കൊടുക്കാൻ ഒരു പ്രശ്നവും ഇല്ലാതെ ഏത് തരത്തിലാണ് മൊയിന കൾച്ചർ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഒരു വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും 3 തരത്തിൽ നമുക്ക് മൊയിന കൾച്ചർ ചെയ്യാം. അതെങ്ങനെയെല്ലാം വേണം എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങളതൊക്കെ കണ്ടിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഇനി ഒരിക്കലും ഇങ്ങനെ നശിച്ചു പോകാത്ത തരത്തിൽ മൊയിന കൾച്ചർ ചെയ്തെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ കുറച്ച് ഫാമിൻ്റെ കുറച്ച് പണികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് കുറച്ച് ശ്രദ്ധിക്കാൻ പറ്റാതെ നമ്മുടെ മൊയിന കൾച്ചർ നമുക്ക് കുറച്ച് നാൾ നിർത്തി വെക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളുടെ കയ്യിലും ഒന്നും മൊയിന ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് കുറച്ച് ദൂരെ നിന്ന് മൊയിന കൊണ്ടുവന്നിട്ട് കൾച്ചർ ചെയ്ത് നമുക്കൂടെ കുറച്ച് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അവൻ്റെ വീട് വരെ ഒന്ന് പോയിട്ട് മൊയിന ഒന്ന് കൾച്ചർ നമുക്കൊന്ന് കളക്ട് ചെയ്തുകൊണ്ട് കുറച്ച് എടുത്തുകൊണ്ട് വരാം. അപ്പോൾ റെഡ് മൊയിനയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതേ മെത്തേഡ് തന്നെ നിങ്ങൾക്ക് സാധാ മൊയിന, അതായത് നമ്മുടെ നാട്ടിൽ പണ്ട് കണ്ടുവരുന്ന ഡാഫ്നിയോ മൊയിനയോ ഒക്കെ ഇതേ രീതിയിൽ തന്നെ നമുക്ക് കൾച്ചർ ചെയ്തെടുക്കാം. ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ അവൻ്റെ അടുത്ത് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് എന്തായാലും കാശൊന്നും വാങ്ങിയിട്ട് എന്തായാലും മൊയിന തരത്തില്ല. അപ്പോൾ നമുക്കൊരു ഗിഫ്റ്റായിട്ട് നമുക്കൊരു റെഡ് ടെക്സ്ഡോ കോയി ഗപ്പിയെ നമുക്കൊരു പേര് കൊണ്ടു കൊടുക്കുക. അവൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു സ്ട്രെയിനാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് കൊടുത്തതിന് ശേഷം അതൊരു ഗിഫ്റ്റായിട്ട്, ഇതിൻ്റെ ഒരു വിലയായിട്ടൊന്നും അല്ല, ഒരു ഗിഫ്റ്റായിട്ട് നമുക്ക് അതുകൂടെ ഒന്ന് കൊണ്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇതുമാതിരിയുള്ള ബേസിനുകളിലാണ് ഇവിടെയും മൊയിന കൾച്ചർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് ഇങ്ങനെയുള്ള ബേസിനുകളിൽ കൾച്ചർ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ കളക്ട് ചെയ്യാൻ പോകുന്നത് നല്ല റെഡ് മൊയിനയാണ്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. നല്ല ചുവന്ന കളറിൽ വരുന്ന നല്ല രീതിയിൽ പെരുകുന്നതായിട്ടുള്ള റെഡ് മൊയിന. നമ്മുടെ നാടുകളിൽ കണ്ടുവരുന്ന ഡാഫ്നിയുടെ വേറൊരു വർഗ്ഗമാണ് ഈ മൊയിന എന്ന് പറയുന്നത്. അപ്പോൾ ഈ റെഡ് മൊയിനയാണ് നമ്മൾ കൾച്ചർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് കൊണ്ടുപോയിട്ട് നമ്മുടെ വെള്ളത്തിൽ നമുക്ക് കൾച്ചർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ 3 ബേസിനുകളിലായിട്ടാണ് മൊയിന കൾച്ചർ ചെയ്യാൻ പോകുന്നത്. അതായത് 3 മീഡിയ ഉപയോഗിച്ച്. ഒന്നിനകത്ത് നമ്മൾ ഈസ്റ്റ് ഉപയോഗിച്ച് ചെയ്യും. അതായത് ഈസ്റ്റ് ഉപയോഗിച്ച് ചെയ്യുന്നവർക്ക് വേണ്ടി ഒന്നിനകത്ത് കടലപ്പിണ്ണാക്ക് ഉപയോഗിച്ച് ചെയ്യും. കടലപ്പിണ്ണാക്ക് ഉപയോഗിച്ചിട്ട് ശരിയാവാത്തവർക്ക് അതെങ്ങനെ കറക്റ്റായിട്ട് ചെയ്യണമെന്ന് മനസ്സിലാവാൻ വേണ്ടി ഒന്നിനകത്ത് ആൽഗെ വാട്ടർ ഉപയോഗിച്ച് ചെയ്യും. ഈ 3 എണ്ണം ചെയ്യുന്നതിനകത്തും ഓരോന്നിൻ്റെ അതിൻ്റേതായ ഗുണങ്ങളും ഉണ്ട്, അതിൻ്റേതായ ദോഷങ്ങളും ഉണ്ട്. അതെല്ലാം നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരാം. എങ്ങനെ ചെയ്യണമെന്നുള്ളതും കറക്റ്റായിട്ട് പറഞ്ഞു തരാം. നമ്മൾ ഇതിനായിട്ട് തിരഞ്ഞെടുത്തേക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് വെള്ളം ഡയറക്റ്റായിട്ട് വീഴാത്ത, അതായത് ഷെയ്ഡിൻ്റെ കീഴത്താണ്, നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെ വെള്ളം ഡയറക്റ്റായിട്ട് വീഴാത്ത ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ വെയിൽ അധികമായിട്ട് അടിക്കാത്ത, എന്നാൽ സൂര്യപ്രകാശം കിട്ടുന്നതും വെയിൽ ഒരു ചെറിയ അളവിൽ കിട്ടുന്നതുമായിട്ടുള്ള സ്ഥലമാണ്. ഇങ്ങനെയുള്ള സ്ഥലമാണ് മൊയിന കൾച്ചർ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലമാണ് നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതുമാതിരി അധികം വെയിലടിക്കാത്ത, മഴവെള്ളം നേരിട്ട് വീഴാത്ത സ്ഥലങ്ങളിൽ മൊയിന കൾച്ചർ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇനി ഓരോന്നിനകത്തും എങ്ങനെ ചെയ്യണം എന്നുള്ളത് കാണിച്ചു തരാം. നമ്മൾ ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന പാത്രം എന്ന് പറയുന്നത് നമ്മുടെ ഈ ചൈനീസ് ബസാറുകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന തരത്തിലുള്ള ബേസിനുകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ബേസിനുകളിൽ ചെയ്ത് കഴിഞ്ഞാൽ കൾച്ചർ നശിച്ചു പോകാനുള്ള അവസരം കുറവാണ്. കാരണം ചെറിയ മിഠായി കുപ്പികളിലൊക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ പാത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം കൾച്ചർ നശിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ചുകൂടെ വലിപ്പമുള്ള പാത്രങ്ങളിൽ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. നമ്മുടെ ശബ്ദം അത്ര അങ്ങോട്ട് റെഡി ആയിട്ടില്ല, പനി കഴിഞ്ഞിട്ട് അതിൻ്റേതായ ചില പ്രശ്നങ്ങൾ കാണും. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് ഇനി കൾച്ചർ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്ത് വെള്ളം ഒഴിക്കേണ്ട ഒരു അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വെള്ളം ആദ്യമേ ഒഴിക്കേണ്ട. കാരണം ദിവസവും നമ്മൾ ഇതിനകത്ത് ഈസ്റ്റ് കലക്കി ഒഴിക്കുന്നതിനകത്ത് ദിവസവും നമ്മൾ ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറേശ്ശെ വെള്ളം നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്ത് വിടും. ബാക്കിയുള്ളതിനകത്ത് കടലപ്പിണ്ണാക്ക് വെച്ച് ചെയ്യുന്നതിനകത്തും ആൽഗെ വാട്ടർ വെച്ച് ചെയ്യുന്നതിനകത്ത്, ആൽഗെ വാട്ടറിനകത്തും ആ പ്രശ്നമുണ്ട്. ദിവസവും കുറേശ്ശെ ആൽഗെ വാട്ടർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടി വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് വെള്ളം നിറയ്ക്കാതിരിക്കുക. കടലപ്പിണ്ണാക്ക് വെച്ച് ചെയ്യുന്നതിനകത്ത് മാത്രം നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം ആദ്യമേ തന്നെ നിറയ്ക്കാം. ഓക്കെ,
നമ്മൾ നമ്മുടെ 2 ബേസിനകത്ത് വെള്ളത്തിൻ്റെ അളവ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ആദ്യം കാണുന്ന ബേസിനകത്ത് നമ്മൾ കുറച്ച് അളവാണ് സെറ്റ് ചെയ്തേക്കുന്നത്. കാരണം അതിനകത്ത് നമ്മൾ ഈസ്റ്റ് വെച്ചിട്ട് കൾച്ചർ ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ വെള്ളത്തിൻ്റെ അളവ് കുറച്ചുകൂടെ കൂട്ടി കൊണ്ടുവരും ഈസ്റ്റ് ഒഴിക്കുന്നതനുസരിച്ച്. അപ്പോൾ ഈ ഒരളവിൽ മാത്രം വെള്ളം എടുക്കുക. രണ്ടാമത് ഈ കാണുന്ന ബേസിനകത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ വെള്ളത്തിൻ്റെ അളവ് കൂട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 1/4 ഭാഗത്തോളം നമ്മൾ വെള്ളം നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കടലപ്പിണ്ണാക്ക് ഇട്ടിട്ടാണ് കൾച്ചർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓരോ ദിവസം വെള്ളത്തിൻ്റെ അളവൊന്നും കൂടി വരത്തില്ല. അതുകൊണ്ട് ആവശ്യമുള്ള വെള്ളം തന്നെ നമ്മൾ ആദ്യമേ തന്നെ നിറച്ചിട്ടുണ്ട്. ഇനി ഈ ലാസ്റ്റ് അവസാനം കാണുന്ന ബേസിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആൽഗെ വാട്ടറിൽ കൾച്ചർ ചെയ്യാൻ പോകണം. നമ്മുടെ കുളത്തിൽ നിന്ന്, നമ്മൾ പുറത്ത് കാണുന്ന നമ്മുടെ വലിയ കുളത്തിൽ നിന്ന് പച്ച കളറുള്ള ആൽഗെ വാട്ടർ നമ്മൾ ഇതിനകത്ത് നിറയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ അത് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ 3 ബേസിനുകളിൽ നമ്മൾ ആവശ്യമായിട്ടുള്ള വെള്ളം നിറച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്നാമത്തെ ബേസിനകത്ത് നമ്മൾ ഈസ്റ്റ് കലക്കി ഒഴിക്കാൻ പോവുകയാണ്. അപ്പോൾ അതെങ്ങനെ വേണമെന്ന് കൃത്യമായിട്ട് ഇതൊക്കെ ചെയ്യാത്തത് കൊണ്ടിട്ടാണ് കൾച്ചർ നശിച്ചു പോകുന്നു എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നത്. ഒന്നാമത്തെ ബേസിനകത്ത് നമ്മൾ ഈസ്റ്റാണ് ഒഴിക്കാൻ പോകുന്നത്. രണ്ടാമത്തെ ബേസിനകത്ത് നമ്മൾ കടലപ്പിണ്ണാക്ക് കിഴിയിട്ടിടാൻ പോവുകയാണ്. കടലപ്പിണ്ണാക്കിൻ്റെ അളവ് കൃത്യമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൾച്ചർ കിട്ടില്ല. എന്നാൽ കൃത്യമായിട്ട് കടലപ്പിണ്ണാക്കിൻ്റെ അളവാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബാക്കി ഏത് മെത്തേഡിനേക്കാളും എളുപ്പവും നമ്മുടെ മീനുകൾക്ക് ആരോഗ്യത്തിനൊരു പ്രശ്നമില്ലാതെ നമുക്ക് എന്നും കൊടുക്കാൻ പറ്റുന്ന മൊയിന, അല്ലെങ്കിൽ ആഴ്ച 3-4 തവണയൊക്കെ കൊടുക്കാൻ പറ്റുന്ന മൊയിന നമുക്ക് വളരെ ഈസി ആയിട്ട് കടലപ്പിണ്ണാക്ക് വെച്ചിട്ട് കൾച്ചർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊക്കെ എങ്ങനെ വേണം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ബേസിനകത്ത് കണ്ട അത്രയും വെള്ളത്തിന് നമ്മൾ ഇത്രയും മാത്രം കടലപ്പിണ്ണാക്കാണ് എടുക്കുന്നത്. എൻ്റെ വീഡിയോയിൽ എത്രത്തോളം ഉണ്ട്, എൻ്റെ ഒരു വിരലിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും മാത്രം അളവ് കടലപ്പിണ്ണാക്ക്, ഒരു ചെറിയ കഷ്ണം കൂടെ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഇത്രയും മാത്രമേ ഈ വെള്ളത്തിന് ആവശ്യമുള്ളൂ. ഇതിൽ കൂടുതൽ വലിയ കഷ്ണങ്ങൾ കടലപ്പിണ്ണാക്ക് കിഴി കെട്ടിയിട്ടിട്ട് ഓരോ സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് ചോദിക്കാറുണ്ട്, വെള്ളം ചീഞ്ഞു പോകുന്നു, എന്താണ് മൊയിന കൾച്ചർ ആവാത്തതെന്നുള്ള കാര്യം. അപ്പോൾ കടലപ്പിണ്ണാക്കിൻ്റെ അളവ് വളരെ കൃത്യമായിരിക്കണം. ഇതിൽ കൂടുതലായി കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളം ചീഞ്ഞു പോകാനുള്ള അവസരമുണ്ട്. വെള്ളത്തിന് മുകളിൽ വെളുത്ത പാട പോലെ കെട്ടി ഈ മൊയിനയ്ക്ക് ഓക്സിജൻ ഇല്ലാതെ അത് നശിച്ചു പോകാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം ഇനി നമ്മളൊരു കിഴിയായിട്ട് കെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ കിഴി വെള്ളത്തിൽ കിടക്കുമ്പോൾ ഓരോ ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് പൊങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാം. അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അത് വെള്ളം പിടിച്ച് കുതിരുന്നതിനനുസരിച്ച് അത് പൊങ്ങി വരാൻ ചിലപ്പോൾ ഒരു 1-2 ദിവസം കഴിയുമ്പോൾ വീണ്ടും താന്നു പോകാം. അതൊന്നും നമുക്ക് പ്രശ്നമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമല്ല. നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് കടലപ്പിണ്ണാക്കിൻ്റെ അളവ് കൃത്യമായിരിക്കുക എന്നുള്ളത് മാത്രം. അപ്പോൾ ഈ കിഴി നമുക്കിനി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ബേസിനകത്താണ് നമ്മൾ കടലപ്പിണ്ണാക്ക് വെച്ചിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊന്ന് മുക്കിയിട്ട് ഒന്ന് കുതിരാനുള്ളൊരു അവസരം കൊടുക്കുക. കുറച്ച് നേരം ഒന്ന് ഇട്ടതിന് ശേഷം ഒന്ന് കുതിരാനുള്ള അവസരം കൊടുക്കുക. ഇതൊന്ന് കുതിർന്നതിന് ശേഷം നമുക്കിത് വെള്ളത്തിലൊന്ന് ചെറുതായിട്ടൊന്ന് കലക്കി എടുക്കണം. അപ്പോൾ വെള്ളം ഒരു ചെറിയ പാലിൻ്റെ നിറമാവും, ഒരു ലൈറ്റ് മിൽക്കി കളറാവും. ആ കളറിലാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതുവരെ ഇത് വെള്ളത്തിൽ കിടന്നൊന്ന് കുതിരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഈസ്റ്റ് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് കൃത്യമായിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ഈസ്റ്റ് ഉപയോഗിച്ച് കൾച്ചർ ചെയ്യാനുള്ള മൊയിനയ്ക്ക് നമ്മൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എന്ന് പറയുന്ന സാധനമാണ് ഉപയോഗിക്കുന്നത്. അതായത് ഈ പൊടി ഈസ്റ്റ് എന്ന് നമ്മൾ സാധാരണ പറയും. ഒരുപാട് വീഡിയോകളിൽ നമുക്ക് ചിലപ്പോൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കാണാം അതായത് മണിമണിയായിട്ടുള്ള കടുക് പോലെയുള്ള ഈസ്റ്റ് ഉപയോഗിക്കണം എന്നുള്ളത് ഒരു നിർബന്ധവും ഇല്ല. ഒരുപാട് തവണ നമ്മൾ ഈ ഈസ്റ്റ് ഉപയോഗിച്ച് കൾച്ചർ ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ കൾച്ചർ ചെയ്യുന്നതാണ്. ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഇതുമാതിരിയുള്ള പൊടി ഈസ്റ്റ് ഉപയോഗിച്ചാൽ മതി. വിലയും വളരെ കുറവാണ്. ഏകദേശം ആമസോണിൽ നിന്ന് വാങ്ങണമെങ്കിൽ തന്നെ 1 കിലോയ്ക്ക് 170 രൂപയോ മറ്റോ ആവുന്നുള്ളൂ. ഒരുപാട് നാളായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഈ പാത്രത്തിൽ കാണുന്ന കുറേ നാളായിട്ട് അല്ലാത്ത ആവശ്യങ്ങൾക്ക്, നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കും ഒക്കെ ഉപയോഗിച്ചിട്ടിരിക്കുന്നതാണ്. 1 കിലോയ്ക്ക് 170 രൂപ അടുത്തേ ചിലവ് വരുന്നുള്ളൂ. അപ്പോൾ ഈ ഈസ്റ്റ് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇത് ഇനി നമുക്ക് വെള്ളത്തിൽ നന്നായിട്ട് കലക്കിയെടുക്കണം. ഒട്ടും തരിയില്ലാതെ, അതായത് അവശിഷ്ടങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് കറക്റ്റായിട്ട് കലക്കിയെടുക്കണം. അപ്പോൾ ഇത്രയും ഒരു സ്പൂണിനാണ് നമ്മൾ എടുക്കുന്നത്, ഈസ്റ്റിൻ്റെ അളവ് എടുക്കുന്നത്. ഈ ഒരു സ്പൂണിന് ഒരു ഏകദേശം ഇത്രത്തോളം ഈസ്റ്റ് എടുക്കുക. ഇത് വളരെ കൃത്യമായ അളവായിരിക്കണം എന്നില്ല, വെള്ളത്തിലേക്ക് ഒഴിക്കുമ്പോൾ ഉള്ള അളവാണ് കറക്റ്റായിട്ട് വേണ്ടത്. അതായത് ഒരു ലൈറ്റ് മിൽക്കി കളറാവുന്ന അളവിലാണ് വേണ്ടത്. നല്ല ഒരുപാട് ഈസ്റ്റിൻ്റെ അളവ് കൂടിപ്പോയാലും മൊയിന കറക്റ്റായിട്ട് കൾച്ചറായി വരില്ല. അപ്പോൾ നിങ്ങൾക്ക് വെള്ളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, നല്ല രീതിയിൽ നമുക്കിത് കലക്കിയെടുക്കണം. ഒട്ടും തരിയില്ലാതെ കലക്കിയെടുക്കണം. അതിനുശേഷം നമുക്ക് അരിച്ചാണിത് ഉപയോഗിക്കാനും പോകുന്നത്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് കലക്കുക. നമുക്ക് ഇതിനകത്തൊക്കെ ഒന്ന് മടി വിചാരിച്ചിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് വെള്ളത്തിൽ കലക്കിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കും. വെള്ളത്തിനടിയിൽ അവസാനം ഒരുപാട് വേസ്റ്റ് ആവും. മൊയിന പെട്ടെന്ന് തന്നെ കൾച്ചർ ക്രാഷായി പോകും. അപ്പോൾ അതൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതായിട്ട് കലക്കി കൊടുക്കണം. ഏകദേശം ഒരു 3-4 മിനിറ്റോളം എങ്കിലും നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ.
അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് കലക്കിയെടുത്തിട്ടുള്ള ഈസ്റ്റാണ്. ഇത് മൊത്തം നമ്മൾ ഇതിനകത്തേക്ക് ആവശ്യമില്ല, നമ്മൾ ഏകദേശം എടുത്തതേ ഉള്ളൂ. ഇനി നമുക്ക് അതിൻ്റെ അളവ് കറക്റ്റായിട്ട് എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ ഒഴിക്കുമ്പോൾ ഉള്ള കളർ നിങ്ങൾ നോക്കുക. വെള്ളം ഒരു ലൈറ്റ് മിൽക്കി കളർ ആവേണ്ട ആവശ്യമേ ഉള്ളൂ. ഇനി നമ്മളിത് അരിച്ചാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇതുമാതിരിയുള്ള അരിപ്പാണ്, കണ്ണിയകലമുള്ള അരിപ്പ്. അപ്പോൾ ഇതിനകത്ത് ഉപയോഗിക്കുമ്പോൾ കലങ്ങിയ ഈസ്റ്റ് അങ്ങ് പോവുകയും ചെയ്യും, അടുപ്പായിട്ട് എന്തെങ്കിലും ഉള്ളത് അത് ഇതിനകത്ത് തങ്ങി നിൽക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വെള്ളത്തിലേക്ക് ഇനി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ വെള്ളത്തിലേക്ക് നോക്കുക. വെള്ളത്തിൻ്റെ ഒരു കളർ ഇതൊരു ഏകദേശം ഒരു പച്ച കളർ പാത്രമാണ്, അതുകൊണ്ട് എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ എടുത്ത അളവ് കറക്റ്റായിരുന്നു. ഏകദേശം കുറച്ചുകൂടെ നമ്മൾ കലക്കിയ അളവിൻ്റെ അത്രയും തന്നെ ഈസ്റ്റ് ഇതിനകത്തേക്ക് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഈ വെള്ളം നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം മനസ്സിലാവുമെന്നാണ് തോന്നുന്നത്. കാരണം വെള്ളത്തിൻ്റെ അടിയിലേക്ക് നമുക്കധികം കാണാൻ പറ്റില്ല. ഒരു ലൈറ്റ് മിൽക്കി കളർ, ഒരു ചെറിയ പാലിൻ്റെ കളറായിട്ടുണ്ട്, എന്നാൽ ഒരുപാട് വെള്ള കളറായിട്ടുമില്ല. ഈ ഒരു അളവിലാണ് നമ്മൾ മൊയ്ന കൾച്ചർ ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഈസ്റ്റിൻ്റെ അളവെന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്ക് മൊയ്ന ഇറക്കി വിടാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കിഴി കെട്ടിയിട്ടുണ്ടായിരുന്ന കപ്പലിൻ്റെ പിണ്ണാക്ക് ഏകദേശം കുതിർന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വെള്ളത്തിലേക്ക് ഏകദേശം ഒന്ന് ലയിപ്പിച്ചു കൊടുക്കണം. അപ്പം നിങ്ങൾ ഈ വെള്ളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇതിൽ നിന്നൊരു ചെറിയ പാല് പോലത്തെ കളർ ഇറങ്ങുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ വെള്ളത്തിലൊന്ന് കലക്കി കൊടുക്കുക, നല്ല രീതിയിലൊന്ന് കലക്കി കൊടുക്കുക. അപ്പോൾ ഒരുപാട് നേരം ആയിട്ടില്ല. ഒരുപാട് നേരം ആയെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും ഈസ്റ്റ് കലക്കുന്ന ഒരു സമയമായിട്ടുള്ളൂ. കുറച്ചുകൂടെ നേരം ആയെന്നുണ്ടെങ്കിൽ കപ്പലിൻ്റെ പിണ്ണാക്ക് നന്നായിട്ട് കുതിർന്നിട്ടുണ്ടായിരിക്കും. അപ്പോഴത്തേക്ക് വെള്ളത്തിലൊന്ന് കലക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതുമാതിരി പാലിൻ്റെ പോലത്തെ കളറാവും. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യുക. നമുക്ക് സമയത്തിൻ്റെ പരിമിതി കൊണ്ടിട്ടാണ് നമ്മൾ മൊത്തമായിട്ട് കാണിക്കാത്തത്. അപ്പോൾ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് അമുക്കി കൊടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, കുറച്ച് ഇതിനകത്ത് നിന്ന് പാല് പോലെ ഇറങ്ങി വരുന്നത് നമുക്ക് കാണാം. അപ്പോൾ അതുമാതിരി വെള്ളത്തിലാവേണ്ട ഒരു അവസ്ഥയാണ് കറക്റ്റായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു നിറത്തിൽ വെള്ളം ഒന്നാക്കിയതിന് ശേഷം നമുക്ക് മൊയ്നയുടെ സ്റ്റാർട്ടർ കൾച്ചർ ഇതിനകത്തേക്ക് ഇറക്കി വിടാവുന്നതാണ്. നമ്മൾ കളക്ട് ചെയ്തുകൊണ്ട് വന്ന നമ്മുടെ സുഹൃത്തിൻ്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് വന്ന നല്ല റെഡ് മൊയ്ന നമ്മൾ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഈക്വലായിട്ട് ഓരോ പാത്രത്തിലും നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത ഓരോ പാത്രത്തിലും, അതായത് ഈസ്റ്റ് ഉപയോഗിച്ച് കൾച്ചർ ചെയ്യാനും നമ്മുടെ ആൽഗെ വാട്ടർ ഉപയോഗിച്ച് കൾച്ചർ ചെയ്യാനും അതുപോലെ തന്നെ കടലപ്പിണ്ണാക്ക് ഉപയോഗിച്ച് കൾച്ചർ ചെയ്യാനും ഒക്കെ റെഡിയാക്കിയിട്ടുള്ള ഓരോ പാത്രത്തിലും നമ്മൾ തുല്യമായിട്ടാണ് പകർന്നു കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും കുറച്ച് ബാക്കി കാണും, അതുകൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചെടുക്കാം. ഇത്രയും റെഡ് മൊയ്നയാണ് നമുക്ക് മൊത്തമായിട്ടുള്ളത്. ഇത് നമുക്കിനി മൊത്തമായിട്ട് ഈക്വലായിട്ട് ഓരോ പാത്രത്തിലേക്ക് നമുക്ക് പകർന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മൊയ്ന നമ്മളിനി ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഇതിനകത്തൊന്നും വലിയതായിട്ടുള്ള കാര്യങ്ങളില്ല. നിങ്ങൾ മറ്റേ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. അതായത് വെള്ളത്തിന് ഒഴിച്ചു കൊടുക്കുന്ന ഈസ്റ്റിൻ്റെ അളവും കലക്കി കൊടുക്കുന്ന കടലപ്പിണ്ണാക്കിൻ്റെ അളവും കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ശരിയായിക്കോളും. ഇത് നല്ലപോലെ എല്ലാ പാത്രത്തിലും ഒരുപോലെ വീഴുന്ന കണക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി ഇത് നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഒരു കൊതുക് വല വെച്ചിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കനം കുറഞ്ഞ തുണി വെച്ചിട്ട് നമുക്കിത് മൂടി കെട്ടിക്കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതിനകത്ത് കൊതുക് വന്ന് മുട്ടയിരിക്കും. ഈ ആൽഗെ വെള്ളത്തിലും അതുമാതിരി കടലപ്പിണ്ണാക്കിലും അതുമാതിരി ഈസ്റ്റ് വെള്ളത്തിലും ഇതൊക്കെ കൊതുകിനെ ആകർഷിക്കുന്നതാണ് ഇതിൻ്റെയൊക്കെ മണം എന്ന് പറയുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും കൊതുക് വന്ന് മുട്ടയിട്ടിരിക്കും. നിങ്ങൾക്ക് അയൽക്കാർക്കോ കാര്യങ്ങൾക്കോ ഒന്നും പ്രശ്നം ഉണ്ടാക്കാതിരിക്കാനായിട്ട് കൊതുകിനെ ഒന്നും വളർത്താതിരിക്കുക. ഇങ്ങനെ ഇത് ഉറപ്പായിട്ട് മൂടി കെട്ടി വെച്ച് കൊടുക്കുക. ഇതിന് ആദ്യം ചെയ്ത വീഡിയോയിൽ നമ്മളിത് പറയാനായിട്ട് വിട്ടുപോയി. കുറേ നാൾ മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കടലപ്പിണ്ണാക്ക് ഉപയോഗിച്ച് കൾച്ചർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഏറ്റവും നല്ലതെന്ന് പറയുന്നത്, നമ്മുടെ അനുഭവത്തിൽ ഏറ്റവും നല്ലത് കനം കുറഞ്ഞ ഇത് വെച്ചിട്ട്, അതായത് കൊതുകുവല വെച്ചിട്ട് കെട്ടിക്കൊടുക്കുന്നതാണ്. അതായത് അത്യാവശ്യം വെട്ടമൊക്കെ അതിനകത്തേക്ക് കിട്ടുകയും ചെയ്യും, എന്നാൽ കൊതുകൊന്നും വരത്തുമില്ല. അപ്പോൾ ഈ നേരത്തെ നമ്മൾ കടലപ്പിണ്ണാക്ക് കിട്ടിയ വെള്ളം നമുക്ക് കാണാം ഏകദേശം ഒരു ലൈറ്റ് പാലിൻ്റെ കളറായിട്ടുണ്ട്. കടലപ്പിണ്ണാക്കൊക്കെ അലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു അളവിൽ കടലപ്പിണ്ണാക്കിൻ്റെ അളവ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിട്ട് മൊയ്ന ഉണ്ടായിക്കോളും. നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്, ഇത് നമുക്ക് എന്നും വേണമെന്നുണ്ടെങ്കിലും ഗപ്പികൾക്ക് കൊടുക്കാൻ തരത്തിലുള്ള ഹെൽത്തി ആയിട്ടുള്ള മൊയ്നയാണ് ഇതിൽ നിന്നുണ്ടാകുന്നത്. കാരണം ഈസ്റ്റ് കഴിച്ച് വളരുന്ന മൊയ്ന എന്നും കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ചില പ്രശ്നങ്ങൾ ഗപ്പികൾക്ക് കാണിക്കാറുണ്ട്. അപ്പോൾ പക്ഷേ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് കൾച്ചർ, അതായത് ഒരുപാട് എണ്ണം കൂടുതൽ ചിലപ്പോൾ കിട്ടുന്നത് ഈസ്റ്റ് വെച്ച് കൾച്ചർ ചെയ്യുമ്പോഴായിരിക്കും. പക്ഷേ കടലപ്പിണ്ണാക്ക് വെച്ച് കൾച്ചർ ചെയ്യുമ്പോൾ പെരുകാറുണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ. ഏകദേശം ഈസ്റ്റിനോട് അടുത്ത് തന്നെ പെരുകാറുമുണ്ട്. ഒരു പ്രശ്നമില്ലാത്ത തരത്തിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. എന്നാൽ ആൽഗെ വാട്ടറിൽ നമ്മൾ മൊയ്ന ഉണ്ടാകുമ്പോൾ അത്രത്തോളം ഒരു ചുവന്ന കളർ നമ്മൾ മൊയ്നയ്ക്ക് കണ്ടിട്ടില്ല. പക്ഷേ മൊയ്ന ഉണ്ടാകുന്ന
ഉണ്ടാകുന്ന മൊയിനയ്ക്ക് നല്ല വലിപ്പം കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഗുണമാണ് ആൽഗെ വാട്ടറിൽ ഉണ്ടാകുന്നത്. ഇതിൻ്റെ 3ൻ്റെ അപ്ഡേറ്റ് ഒക്കെ വരുന്ന വീഡിയോകളിൽ നമ്മൾ നിങ്ങളെ കാണിച്ചു തരുന്നതാണ് എങ്ങനെയാണ് ഓരോന്നിനകത്തും ഉണ്ടായേക്കുന്നതെന്നുള്ളത്. അപ്പോൾ വീഡിയോ നമ്മൾ ഏകദേശം ഇവിടെ വെച്ച് എൻഡ് ചെയ്യുകയാണ്. ഇനി നമ്മളിതിനകത്ത് കൊതുക് വല ഉപയോഗിച്ച് കെട്ടുന്നത് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ അവസാനം ഒരു ചെറിയ സെക്ഷനായിട്ട് നമ്മൾ കാണിച്ചേക്കാം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് നമ്മൾ വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ വീഡിയോ ഏകദേശം നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ നമ്മുടെ മൊയിന കൾച്ചറിൻ്റെ പണികളൊക്കെ എല്ലാം പൂർത്തിയായിട്ടുണ്ട്. വല ഉപയോഗിച്ച് നമ്മൾ മൂടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി കൊതുകുകളും കാര്യങ്ങളും ഒന്നും ഇറങ്ങത്തില്ല, ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. നല്ല രീതിയിൽ നമുക്ക് മൊയിന കൾച്ചറായി കിട്ടും. അപ്പോൾ ഇതിൻ്റെയൊക്കെ അപ്ഡേറ്റ് നമ്മൾ ഓരോ വീഡിയോയിലും കാണിച്ചു തരാം, എത്രത്തോളമാണ് ഓരോ ബേസിനുകളിലും മൊയിന ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും എളുപ്പമുള്ള വഴി ഏതാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മളെ തുടർന്നുള്ള വീഡിയോകളൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ഗപ്പി വാഗൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്ത് കാണുന്ന നോട്ടിഫിക്കേഷൻ ബട്ടൺ ഞെക്കിയതിന് ശേഷം ഓൾ എന്നുള്ളത് ടിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മുടെ ചാനലിൽ നിന്ന് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിൽ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് മൊബൈലിലൊക്കെ എത്തുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ എല്ലാ ചൊവ്വയും വെള്ളിയും നമ്മൾ ഗപ്പി പരിപാലനവുമായി ബന്ധപ്പെട്ട ക്വാളിറ്റി ആയിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തതിന് ശേഷം കൂട്ടുകാരായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ല വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.